വെൽക്കം ടു ആമീസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ടൊരു പാലപ്പം ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നൊന്ന് നോക്കാം. ഇതിനായി 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച പച്ചരി മിക്സിയിലേക്കിട്ട് കൂടെ തന്നെ തേങ്ങയും കുറച്ച് ചോറും ഷുഗറും ഈസ്റ്റും അരി കുതിർത്ത വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ തരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കാമേ. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ട് അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3-4 മണിക്കൂർ പൊങ്ങാൻ വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഈ കാണുന്നത് പോലെ മാവാക്കിയെടുക്കണേ. ഇനി നമുക്ക് അപ്പം ചുടാം. അതിനായി അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അല്പം എണ്ണ തേച്ച് 1 തവി മാവ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് അടച്ചു വെച്ച് അപ്പം ചുട്ടെടുക്കാം. ഈ ടൈമൊക്കെ തീ നല്ല മീഡിയം ലോയിൽ തന്നെ വെക്കണേ. ഏകദേശം 1 മിനിറ്റിന് മുന്നേ തന്നെ അപ്പം റെഡിയായി കിട്ടും കേട്ടോ. ഇതാ കണ്ടോ, നല്ല മുരിഞ്ഞ അപ്പം റെഡിയായി. ഇനി ഒരു മുട്ടയപ്പം ഉണ്ടാക്കിയാലോ? അതിനായി ചുറ്റിച്ചെടുത്ത മാവിൽ 1-2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അല്പം ചില്ലി ഫ്ലേക്സ് ഉപ്പും കൂടിയിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ മുട്ടയപ്പവും റെഡിയായി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെപ്പറും ചീസും ഒക്കെ ഇട്ട് അപ്പം ചുട്ടെടുക്കാം കേട്ടോ. ഈ അളവിൽ ഒരു 15 അപ്പം നമുക്കുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള നല്ല ഡൺലപ്പ് പോലെയുള്ള അപ്പം റെഡിയായി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ.